ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ എന്താണ് പറയണതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും മനസ്സിലായതിനു ശേഷം അതുപോലെ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോസിലേക്ക് കടക്കാം. തുടക്കം തന്നെ ഞാൻ പറയട്ടെ, തയ്യലിൽ നിന്ന് ഞാൻ ആയിരങ്ങൾ സമ്പാദിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു ഐറ്റം എന്നെ അതിലേക്ക് എത്തിച്ചു. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പല ആളുകളും ഇപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ ബ്ലൗസ്, ചുരിദാർ, ടോപ്പ് ഇതൊക്കെ തയ്ച്ചാലാണ് നമ്മൾ ഒറിജിനൽ ടൈലർമാരാവുമെന്നാണ് ചിലരുടെയൊക്കെ ധാരണ. അല്ല, നമുക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് സ്ക്രഞ്ചി, ബോ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ടൈലറിങ് ആ ഒരു മിഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലരുടെയും വിചാരം അങ്ങനെയാണ്, നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം അറിഞ്ഞാലാണ് നമ്മൾ ശരിക്കും നമുക്ക് ടൈലറിങ് അറിയൂ എന്നുള്ള ഒരു ധാരണയാണ് പല ആളുകളുടെയും ധാരണ. ഇതൊക്കെ തുന്നിയാലേ വരുമാനം ഉണ്ടാകൂ എന്നതാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അത് തെറ്റാണത്. പക്ഷേ യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾക്ക് ഇപ്പോൾ മാർക്കറ്റുകളിൽ ഭയങ്കര ഡിമാൻഡാണ്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കണ ഒരു സമയം മതി. അതുപോലെ തന്നെ ടൈലറിങ് മെഷീൻ വേണമെന്നില്ല. ഒരു സൂചി, ഒരു നൂല് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ഇത് നമുക്ക് കുറച്ച് ഡിമാൻഡുള്ള ഐറ്റംസാണ്. അതായത് സ്ക്രഞ്ചി, ബോ, അതായത് സ്കൂള്, കോളേജുകൾക്ക് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇതിന് ഒരുപാട് ഡിമാൻഡ് കാര്യങ്ങളാണ്. സ്കൂൾ തുറന്ന സമയമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഇപ്പോൾ ഷോപ്പിലേക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക്, വൈറ്റ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ 1 രൂപ നമുക്ക് സ്ക്രഞ്ചീസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് 1 രൂപ 2 രൂപ, അതിലപ്പുറം നമുക്ക് കൊടുത്താൽ നമുക്ക് ലാഭമില്ല. അപ്പോൾ ആ 1 രൂപ 2 രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ ആരും കിട്ടാനില്ല. അപ്പോൾ 1 2 പേര് വെച്ചിട്ടാണ് ഇപ്പോഴും ഞാൻ പോയോണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. കൂടുതൽ പൈസ നമുക്ക് തരാനും നമ്മുടെ കയ്യിൽ പറ്റില്ല. നമുക്ക് അതിനുള്ള ലാഭമാണ് നമുക്ക് കിട്ടണുള്ളൂ. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ 2 ആളെയും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നല്ല സീസണാണ് ഈ ഒരു സ്ക്രഞ്ചീസ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളത്. നമ്മൾ കയറി ഇറങ്ങി കടകളൊക്കെ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടൊന്നും നമുക്ക് ഓർഡർ കിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുക അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് തയ്ച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, ഞങ്ങൾ തയ്ച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തയച്ചാൽ നിങ്ങൾ എടുക്കുമോ എന്നൊക്കെ. അങ്ങനെ അതിന് മാത്രം നമുക്ക് ഓർഡേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണില്ല. എന്നാൽ എനിക്ക് ഇവിടെ ആളെ വെക്കാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപക്ക് മേടിച്ചിട്ട് എനിക്ക് കൊടുക്കുക. പക്ഷെ അതിനുള്ള ഓർഡർ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണില്ല. പിന്നെ വേറൊരാൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പഠിക്കാൻ പൈസ ഇല്ല, എന്തോ ക്ലാസ്സിന് പോകണമെന്നുണ്ട്, പക്ഷെ പൈസ ഇല്ല. നമ്മളങ്ങനെ ഒരാളെ സഹായിക്കാനുള്ളതൊന്നും നമുക്ക് കിട്ടൽ തുടങ്ങിയിട്ടില്ല. നമുക്ക് മാഷാ അല്ലാഹ് കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞവരൊക്കെ ഞാൻ സഹായിക്കും. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് കിട്ടട്ടെ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ ബോ ഉണ്ടാക്കിയിട്ടും സ്ക്രഞ്ച് ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെയാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു ഐറ്റംസൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടുമോ? അപ്പോൾ ഒരുപാട് സംശയത്തിൻ്റെ നിഴലിലാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. നമ്മളിത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുമോ, നമുക്ക് ഓർഡർ ഉണ്ടാവുമോ, ഇതൊക്കെയാണ് പിന്നെ കുറേ പേര് ചോദിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി, നല്ല ഫോട്ടോസ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം നമ്മൾ നമ്മുടെ കുടുംബക്കാർക്ക്, അതുപോലെ തന്നെ അയൽവക്കത്തുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലവർ വാങ്ങും, ചിലവർ വാങ്ങൂല. ചിലവർ നമ്മൾ നന്നാവേണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങാത്ത ആളുകളും ഉണ്ടാവും. അപ്പോൾ അവരൊന്നും വാങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. ഇൻസ്റ്റ, ഫേസ്ബുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊക്കെ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക.
ഇനിയാണ് ഞാൻ പറയാൻ പോണ കാര്യം. അതായത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം കൊണ്ടാണ് നമുക്ക് ഓർഡേഴ്സ് കിട്ടാനും തുടങ്ങിയത് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതേപടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. അപ്പം ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോസിലൂടെ കാണിച്ചു തരാം. അതുപോലെ വലിയ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ വിറ്റിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നോക്കുക ആദ്യം തന്നെ. അതിലൂടെ നമുക്ക് നല്ല കോൺഫിഡൻസും കിട്ടും, പിന്നെ കസ്റ്റമേഴ്സിനും കിട്ടും, നമുക്ക് വരുമാനവും കിട്ടും. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു സാധനം കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയാനാവും കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ടാവുക. സത്യം പറയാലോ, നമുക്ക് ഇത്രയും വലിയ ഓർഡേഴ്സ് കാര്യങ്ങൾ കിട്ടുമെന്നൊന്നും ഞാൻ തരി പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ, അതായത് വലിയ ഓർഡേഴ്സ് കിട്ടിയെന്നല്ല, പക്ഷെ എന്നാലും ഉള്ളത് നമുക്ക് ഇത്രയും വരെ നമ്മൾ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളറിയുന്ന ആളുകളൊന്നും നമ്മളെ നിന്ന് മേടിക്കില്ല. ഇനി നമ്മളെങ്ങാനും മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായെങ്കിലോ എവിടെയെങ്കിലും എത്തിയാലോ എന്തോ വിചാരിച്ചിട്ടാണെന്നറിയില്ല അവരൊന്നും മേടിച്ചായിരുന്നില്ല. പിന്നെ നമുക്ക് ബാക്കി വരുന്ന വേസ്റ്റ് വരുന്ന തുണികളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ബോ ഉണ്ടാക്കും, സ്ക്രഞ്ചീസ് ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം നമുക്ക് പതിയെ പതിയെ അങ്ങനെ ആൾക്കാർ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമുക്ക് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. പിന്നെ അതിന് പിന്നിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ 31,000 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അല്ലാണ്ട് നമ്മുടെ വീട്ടുകാരനെയും അതുപോലത്തെ ബന്ധുക്കളെയും നാട്ടുകാരൊന്നും കണ്ടിട്ട് നമ്മൾ ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കരുത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുക. നമ്മളെ മുഖം കാണിക്കാണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുക, സംസാരിക്കുക, പ്രൊഡക്റ്റ് കാണിച്ചിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് 1-2 ദിവസമൊന്നും പോസ്റ്റ് ചെയ്താൽ ചിലപ്പം കിട്ടില്ല. നമ്മളത് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം മാസം കിട്ടും. പക്ഷെ കുറച്ചൊരു ക്ഷമ വേണം. അതോടുകൂടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.